ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ വയറ് കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ആണ്. കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. അത് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് കിട്ടുന്നതാണ്. 100% റിസൾട്ട് നിങ്ങൾക്ക് കിട്ടുന്നതാണ്. ഇപ്പം നമുക്കറിയാം, ജിമ്മിൽ ചെന്ന് വയറ് കുറയ്ക്കാൻ ഒരുപാട് പേര് ജിമ്മിൽ ചെന്ന് ഹെവി ആയിട്ട് ഈ പറയുന്ന പോലെ കാർഡിയോ 1-2 മണിക്കൂർ കാർഡിയോയും അതുപോലെ വർക്കൗട്ടൊക്കെ ചെയ്തിട്ട് റിസൾട്ട് കിട്ടുന്നില്ലെന്ന് പരാതി പറയുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പം അങ്ങനെ റിസൾട്ട് കിട്ടാത്തവർക്ക് വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ആണ് ഞാൻ ചെയ്യുന്നത്. അപ്പം എൻ്റെ ഈ വീഡിയോ അത് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ, ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 100% റിസൾട്ട് കിട്ടുന്നതാണ്. ഈ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ട് ചാനൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നിങ്ങളെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഇനിയും ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസ് ആയിട്ട് എനിക്ക് വരാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഉറപ്പായിട്ട് സപ്പോർട്ട് ചെയ്യണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം. അതുപോലെ നിങ്ങളെ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം. ഫിറ്റ്നസിനെ പറ്റിയിട്ടും ബോഡി ബിൽഡിങ്ങിനെ പറ്റിയിട്ടും എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും നിങ്ങൾ ചോദിക്കുക, അതിന് റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പം വീഡിയോയിലോട്ട് പോവാം. അപ്പം ഇന്ന് മെയിനായിട്ടുള്ളൊരു പ്രശ്നമാണ് മിക്കുള്ളവർക്കും ബെല്ലി ഫാറ്റ്. വയറ് കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒരുപാട് പേരുണ്ട്. വയറ് കൊണ്ട് അസുഖങ്ങളൊക്കെ ഉള്ള ഒരുപാട് ആൾക്കാരുണ്ട്. അതുപോലെ ഓവറായിട്ടുള്ള വയറ് വെച്ചിട്ട് ഓവറായിട്ടുള്ള ബെല്ലി ഫാറ്റൊക്കെ വെച്ചിട്ട് വെളിയിലോട്ടൊക്കെ പോകുമ്പോൾ ബോഡി ഷേമിങ് ഒക്കെ അനുഭവിക്കുന്ന ഒരുപാട് പേരുണ്ട്. അപ്പം അവർക്കും എൻ്റെ ഒരു വീഡിയോ ഉപകാരപ്പെടും എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പം പെട്ടെന്ന് വയറ് കുറയ്ക്കാം, എങ്ങനെ പെട്ടെന്ന് വയറ് കുറയ്ക്കാം, അതിനുള്ള വീഡിയോ ആണ്. ഇപ്പം ജിമ്മിൽ ചെന്ന് വയറ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ജിമ്മിൽ ചെന്ന് ഒരുപാട് കഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട്. അപ്പം എത്ര വർക്കൗട്ട് ചെയ്തിട്ട് പോലും വയറ് കുറയുന്നില്ലെന്ന് പരാതി പറയുന്ന ഒരുപാട് പേരുണ്ട്. അപ്പം നിങ്ങൾ ഒന്നാമത്തെ കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ വയറ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ജിമ്മിൽ ചെന്ന് ജോയിൻ ചെയ്യുമ്പോഴുള്ള നിങ്ങളുടെ ലൈഫ് സ്റ്റൈലും നിങ്ങൾ മുമ്പേ ഉള്ള ലൈഫ് സ്റ്റൈലും തമ്മിൽ നിങ്ങൾ കമ്പയർ ചെയ്യുക. നിങ്ങൾ എപ്പം തൊട്ട് നിങ്ങൾ ജിമ്മിൽ ചെന്ന് ജോയിൻ ചെയ്യുന്നു അന്നേരം തൊട്ട് നിങ്ങളുടെ മുമ്പുള്ള ലൈഫ് സ്റ്റൈൽ നിങ്ങൾ മറക്കും, നിങ്ങൾ കളയുക. ജിമ്മിൽ ചെന്ന് ജോയിൻ ചെയ്തതിന് ശേഷം നിങ്ങളൊരു പുതിയൊരു ലൈഫ് സ്റ്റൈലിലേക്ക് നിങ്ങൾ കൊണ്ടുവരിക. നിങ്ങളെ ടൈം ടേബിളും അതുപോലെ നിങ്ങളെ ഡയറ്റ് പ്ലാനും എല്ലാം നിങ്ങൾ ടോട്ടലി നിങ്ങൾ ചേഞ്ച് ചെയ്യുക. അപ്പോൾ നിങ്ങൾ ജിമ്മിൽ ചെന്ന് ജോയിൻ ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ ഈ പറയുന്ന പോലെ എല്ലാ ദിവസവും പുറത്തു പോയി ജോലി കഴിഞ്ഞോ അല്ലെങ്കിൽ പഠിക്കാൻ പോയിട്ട് വന്നിട്ടോ എല്ലാ ദിവസവും പുറത്തു പോയി ഈ പറയുന്ന പോലെ ജങ്ക് ഫുഡ്, അങ്ങനെയുള്ള ഫുഡ്, ഓയിലി ഫുഡ്, ഷുഗർ അടങ്ങിയ ഫുഡ്, ഉപ്പടങ്ങിയ ഫുഡ്, ഒരുപാട് സ്പൈസി ഫുഡ്, ഇങ്ങനെയുള്ള ഫുഡുകളൊക്കെ പുറത്തു പോയി ഡെയിലി കഴിക്കുന്ന ഒരാളായിരിക്കും. അപ്പം മെയിനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓവറായിട്ട് നമുക്ക് ബെല്ലി ഫാറ്റ് വരുന്നത് ഇതുപോലുള്ള ജങ്ക് ഫുഡ് കഴിച്ചിട്ടാണ്. ഇങ്ങനെയുള്ള ബെല്ലി ഫാറ്റ്, കുടവയറ്, സൈഡ് ഫാറ്റ് ഇതൊക്കെ ഒരുപാട് വരാൻ കാരണം ഇങ്ങനെയുള്ള ഫുഡ് കഴിച്ചിട്ടാണ്. കാരണം എന്നല്ല, 100% ഉറപ്പും അത് തന്നെയാണ്. ഓയിലി ഫുഡ് കഴിച്ചിട്ടാണ് ഇതുപോലുള്ള ബെല്ലി ഫാറ്റുകൾ വരാൻ കാരണം. അത് നിങ്ങൾ ഒരുപാട് അസുഖങ്ങളിലേക്കും കൊണ്ടുപോകും. കൊളസ്ട്രോൾ അതുപോലെ പല പല അസുഖങ്ങളിലേക്കും കൊണ്ടുപോവുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ജിമ്മിൽ ചെന്ന് ജോയിൻ ചെയ്ത് കഴിഞ്ഞിട്ട് ആ ഒരു ലൈഫ് സ്റ്റൈൽ മാറ്റുക. അപ്പം ഇതൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾക്ക് പെട്ടെന്ന് നിർത്താൻ ഭയങ്കര പ്രയാസമായിരിക്കും. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആഴ്ചയിൽ 1 വട്ടം അല്ലെങ്കിൽ 2 വട്ടം, 2 വട്ടം എടുക്കാതിരിക്കും, 1 വട്ടം മാത്രം നിങ്ങൾ പുറത്തു പോയി, ഞായറാഴ്ച മാത്രം പുറത്തു പോയി നിങ്ങൾക്ക് ആവശ്യമുള്ള, നിങ്ങൾക്ക് ആഗ്രഹിക്കുന്ന നിങ്ങളെ ഫുഡ് കഴിക്കാൻ നോക്കുക. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ തിങ്കൾ തൊട്ട് വെള്ളി വരെ അല്ലെങ്കിൽ ശനി വരെ ജിമ്മിൽ വന്ന് വർക്കൗട്ട് ചെയ്യുക. നല്ലൊരു ഫുഡ്, നല്ലൊരു ഡയറ്റ് ഫോളോ ചെയ്തുകൊണ്ട് പോവുക. ഇങ്ങനെയുള്ള ഓയിലി അടങ്ങിയ ഫുഡ്, അതുപോലെ ഷുഗർ അടങ്ങിയ ഫുഡ്, ഉപ്പടങ്ങിയ ഫുഡ്, ഈ ഫുഡുകളൊക്കെ നിങ്ങൾ അവോയ്ഡ് ചെയ്യും. മാക്സിമം നിങ്ങൾ ഒഴിവാക്കുക, അല്ലെങ്കിൽ അതിൻ്റെ ഒരു അളവ് കുറച്ചിട്ട് നിങ്ങൾ ഈ ഫുഡ് കഴിച്ച് ഒരുപാട് വെള്ളം കുടിക്കുക. ഇപ്പം ഡെയിലി നിങ്ങൾ 2 ലിറ്റർ വെള്ളം കുടിക്കുന്ന ഒരാളാണെങ്കിൽ അത് ഒരു 4 ലിറ്റർ വെള്ളം ആക്കുക. അപ്പോൾ നമ്മളെ ബോഡി ഫാറ്റ്, ഇപ്പം ഫാറ്റ് ലോസിന് ഏറ്റവും ഹെൽപ്പ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളമാണ്. വെള്ളം ബോഡിയിലേക്ക് കൊടുക്കും തോറുമാണ് നമ്മളെ ഫാറ്റ് പെട്ടെന്ന് ബേൺ ആയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ വെള്ളം ഒരുപാട് ഫുഡെല്ലാം കുത്തിക്കയറ്റി കഴിച്ചിട്ട് വെള്ളം കുടിക്കാതിരുന്നു കഴിഞ്ഞാൽ അത് ഈ പറഞ്ഞ ഫാറ്റിലേക്ക് കൺവേർട്ട് ചെയ്ത് പോകത്തേ ഉള്ളൂ. അപ്പോൾ ഒരുപാട് വെള്ളം നിങ്ങൾ കുടിക്കാൻ ശ്രമിക്കുക. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ രാവിലെ എപ്പോഴും എണീക്കുന്ന സമയത്ത് നമ്മളെ മെറ്റബോളിസം ഒക്കെ, ഇപ്പം രാത്രി കിടന്ന് ഉറങ്ങുന്ന നമ്മൾ രാവിലെ എണീച്ച് ഡയറക്റ്റ് ഫുഡ്, ഇപ്പം ഈ പറഞ്ഞ പോലെ ഒന്നും കഴിക്കാൻ പോകുന്നതിന് മുമ്പേ നിങ്ങൾ 1 ലിറ്റർ വെള്ളമെങ്കിലും നിങ്ങൾ ബോഡിക്ക് കൊടുക്കുക. അങ്ങനെ കൊടുക്കുമ്പോഴത്തേക്ക് രാവിലെയുള്ള നിങ്ങളെ ഈ പറഞ്ഞ പോലെ മെറ്റബോളിസം ഒക്കെ രാവിലെ എണ്ണിച്ചുകൊണ്ടെങ്കിൽ നിങ്ങൾ വെറും വയറ്റിൽ 1 ലിറ്റർ വെള്ളമെങ്കിലും നിങ്ങൾ 1 ലിറ്റർ കുടിക്കാൻ പറ്റാത്തവരാണെങ്കിൽ അതിൽ നിന്ന് ഒരു 1/2 ലിറ്റർ വെള്ളമെങ്കിലും ഡെയിലി കുടിക്കുക. ഓക്കെ, അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ഫോളോ ചെയ്തുകൊണ്ട് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും റിസൾട്ട് കിട്ടുന്നതാണ്. അല്ലാതെ നിങ്ങൾ ജിമ്മിൽ ചെന്നിട്ട് ഹെവി ആയിട്ട് വർക്കൗട്ട് ചെയ്ത് ഇപ്പം കാർഡിയോ ഒക്കെ 1 മണിക്കൂറൊക്കെ കാർഡിയോ ഒക്കെ ചെയ്തിട്ട് വയറ് കുറയ്ക്കാമെന്നുള്ളൊരു ഉദ്ദേശത്തിൽ നിങ്ങൾ ജിമ്മിൽ ചെന്ന് വർക്കൗട്ട് ചെയ്ത് വെറുതെ ഒരു മാസത്തെ ഫീസും കളഞ്ഞ് പൈസയും കളഞ്ഞ് നിങ്ങളെ സമയം കളഞ്ഞ് നിങ്ങൾ വർക്കൗട്ട് കഴിഞ്ഞിട്ട് അതേപോലെ നിങ്ങൾ അടുത്തൊരു കടയിൽ കയറിയിട്ട്
അപ്പോൾ എത്ര കലോറി, ഒരു 500 കലോറിയാണ് നിങ്ങൾ കത്തിച്ചെങ്കിൽ, ഇപ്പോൾ 1000 കലോറിയാണ് നിങ്ങൾ കത്തിച്ചെങ്കിൽ അതിൻ്റെ ഡബിൾ കലോറി നിങ്ങൾ കഴിച്ചിട്ടായിരിക്കും വീട്ടിൽ വരുന്നത്. അപ്പോൾ അങ്ങനെ ഡെയിലി നിങ്ങൾ വർക്കൗട്ട് ചെയ്ത് ഈ പറഞ്ഞ പോലെ അവിടെ കത്തിച്ച് കളഞ്ഞ കലോറിയുടെ ഒരു ഡബിൾ കലോറിയാണ് നിങ്ങൾ പുറത്തുനിന്ന് കഴിക്കുന്നെങ്കിൽ ഒരു കാരണവശാലും നിങ്ങൾ വയറ് കുറയാൻ പോകുന്നില്ല. ഈ പറഞ്ഞ പോലെ ഓയിലി ഫുഡ്, ഷുഗർ അടങ്ങിയ ഫുഡ്, അമിതമായിട്ടുള്ള ഉപ്പടങ്ങിയ ഫുഡ്, ഇങ്ങനെയുള്ള ഫുഡുകളൊക്കെ നിങ്ങൾ നിർത്തി അല്ലെങ്കിൽ കുറച്ച് ജിമ്മിൽ ചെന്ന് വർക്കൗട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ട് റിസൾട്ട് കിട്ടുന്നതായിരിക്കും. മെയിനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഫൈബർ അടങ്ങിയിട്ടുള്ള ഫുഡ് ഒരുപാട് കഴിക്കുക. വെജിറ്റബിൾ, അതുപോലെ ഫ്രൂട്ട്സ്, ഫൈബറിൻ്റെ കണ്ടന്റ് ഇപ്പോൾ നെറ്റിൽ സെർച്ച് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഏത് ഫുഡിനകത്തൊക്കെയാണ് ഫൈബർ ഒരുപാട് അടങ്ങിയിട്ടുള്ളത്. ആ ഫുഡൊക്കെ നിങ്ങൾ ഒരുപാട് കഴിക്കാൻ ശ്രമിക്കുക. പിന്നെ ഹെൽത്തി ആയിട്ടുള്ള ഫാറ്റ് അടങ്ങിയ ഫുഡ്, ഇപ്പം അൺഹെൽത്തി ആയിട്ടുള്ള ഫാറ്റ് ഫുഡുകളൊക്കെ നിങ്ങൾ മാക്സിമം ഒഴിവാക്കുക. ഹെൽത്തി ആയിട്ടുള്ള ഫാറ്റ് അടങ്ങിയിട്ടുള്ള ഏതൊക്കെ ഫുഡാണോ ആ ഫുഡുകളൊക്കെ നിങ്ങൾ കഴിക്കാൻ ശ്രമിക്കുക. അപ്പോൾ നെറ്റിനകത്ത് സെർച്ച് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഏതൊക്കെയാണ് ഹെൽത്തി ഫാറ്റ് അടങ്ങിയ ഫുഡ്സുകളും അതുപോലെ അൺഹെൽത്തി ആയിട്ടുള്ള ഫുഡുകളൊക്കെ ഏതൊക്കെയാണെന്ന് നിങ്ങൾക്ക് അറിയാൻ പറ്റും. അതുപോലെ ഡെയിലി ഒരു 2 ലിറ്റർ വെള്ളം കുടിക്കുന്ന ഒരാളാണെങ്കിൽ 4 ലിറ്റർ വെള്ളമെങ്കിലും നിങ്ങൾ ബോഡിക്ക് കൊടുക്കുക. ഫാറ്റ് പെട്ടെന്ന് ബേൺ ആവാൻ സഹായിക്കുന്ന ഒരു ഘടകമാണ് വെള്ളം. വെള്ളം നിങ്ങൾ ഒരുപാട് കുടിക്കുക. അതുപോലെ ബോഡിക്ക് നല്ല റെസ്റ്റ് കൊടുക്കുക. അപ്പം ജിമ്മിൽ ചെന്ന് ഹെവി ആയിട്ട് ട്രെയിൻ ചെയ്ത് ഡെയിലി പോയി ഒരു 2 മണിക്കൂറൊക്കെ ട്രെയിൻ ചെയ്തെന്ന് വെച്ചിട്ട് നിങ്ങളെ വയറ് കുറയാൻ പോകുന്നില്ല. ബോഡിക്ക് റെസ്റ്റ് കൊടുക്കണം. ഒരു 7 to 8 അവറെങ്കിലും നിങ്ങൾ ഉറങ്ങാൻ ശ്രമിക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ നല്ല റിസൾട്ട് കിട്ടും. നിങ്ങളെ ബെല്ലി ഫാറ്റൊക്കെ കുറയുന്നതായിരിക്കും. അപ്പം ഇത്രയും കാര്യങ്ങളാണ് വയറ് പെട്ടെന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ട കാര്യങ്ങൾ. ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇതറിയാത്ത നിങ്ങളുടെ ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും അവർക്ക് വേണ്ടിയിട്ട് നിങ്ങൾ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക.